വധശ്രമക്കേസിലെ പ്രതികൾ മണിക്കൂറുകൾക്കുള്ളിൽ പിടിയിൽ. പടാകുളം അടിമപ്പറമ്പിൽ മുഹമ്മദ് സാലിഹ്, അഴീക്കോട് കൊമ്പനെഴുത്ത് മുഹമ്മദ് മുസ്തഫ, പേബസാർ വയ്യാട്ടുകുണ്ടിൽ മുഹമ്മദ് ഈസ, മേനോംബസാർ കുഴിക്കണ്ടത്തിൽ നൌഫൽ എന്നിവരാണ് അറസ്റ്റിലായത്. കടം വാങ്ങിയ പണം തിരികെ ചോദിച്ച മുഹമ്മദ് സാലിഹിന്റെ വീട്ടിൽ ചെന്ന എടവിലിംഗ് സ്വദേശികളായ തണ്ടാരിൽ വിപിൻ, തേവാലിൽ സംഗീത് എന്നിവരെയാണ് സംഘം മർദ്ദിച്ചത്. വെള്ളിയാഴ്ച രാവിലെ മേനോംബസാർ ജംഗ്ഷന് വടക്കുവശത്തുള്ള വർക്ക്ഷോപ്പിന് മുൻവശം വെച്ച് സ്റ്റീൽ പൈപ്പ്, ഷോക്ക് അബ്സോർബറിന്റെ ട്യൂബ് എന്നിവ കൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ബൈക്ക് അടിച്ചു പൊളിക്കുകയും ചെയ്തു. മയക്കുമരുന്ന് കച്ചവടം, അടിപിടി തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ മുഹമ്മദ് സാലിഹ്. മറ്റു പ്രതികൾക്കെതിരെയും നിലവിൽ കേസുകളുണ്ട്. മുഖത്തിന്റെ എല്ലുപൊട്ടുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കുപറ്റുകയും ചെയ്ത വിപിൻ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നടത്തിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്ക് പറ്റിയ സംഗീതിന്റെ മൊഴിപ്രകാരം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരവെയാണ് പ്രതികൾ അറസ്റ്റിലായത്. സംഗീത് കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് എൻ.എസ്., ഇൻസ്പെക്ടർ ഇ.ആർ. ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഹറോൾഡ് ജോർജ്, കശ്യപൻ, സെബി, സുനിൽ, സി.ആർ. പ്രദീപ്, എ.എസ്.ഐ. രാജൻ, CPOമാരായ ഗോപകുമാർ, ധനേഷ്, ബിജു, നിശാന്ത്, മാനുവൽ എന്നിവരുടെ സംയോജിതമായ അന്വേഷണമാണ് കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ സംഭവസ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. കൃത്യത്തിന് ഉപയോഗിച്ച സ്റ്റീൽ പൈപ്പ്, ഷോക്ക് അബ്സോർബറിന്റെ ട്യൂബ് എന്നിവ കണ്ടെത്തി. നിരവധി കേസുകളിൽ പ്രതികളായ പ്രതികൾക്കെതിരെ കാപ്പ തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുന്നതാണ്. എടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇതിനോ എടുത്തുകൊണ്ടുപോയി അതുകൊണ്ട് എന്നോട് കൂട്ടടി നെസ്റ്റ് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിവാഹം വരെ സേവനം നേടൂ.